ചേരുന്നുണ്ട്. ബംഗാളിലെ പ്രക്ഷോഭം അടിച്ചമർത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. ഈ കേസിൽ ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രോസിക്യൂഷൻ തുടരുകയായിരുന്നു. ഈ പ്രോസിക്യൂഷനിൽ ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി വിധി വന്നിരിക്കുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 3 കുറ്റങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം, അത് ബംഗ്ലാദേശ് നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം. ആ കുറ്റകൃത്യം തെളിഞ്ഞിരിക്കുന്നു, അതിനാലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാണ്. ഈ 2024 ജൂലൈയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 1400-ലധികം ആളുകളാണ് മരിച്ചത്. ഇതിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന നേരിട്ട് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഈ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ പ്രതിഷേധം അടിച്ചമർത്താൻ ഉത്തരവിടുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിനെ പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത്തരത്തിൽ ഹീനമായ ഒരു കൃത്യം നടത്താൻ ഉത്തരവിട്ട മുൻ പ്രധാനമന്ത്രിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് 1000-ലധികം വരുന്ന പേജ് തെളിവുകളുള്ള കുറ്റപത്രം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഉത്തരവിട്ടു. മാത്രമല്ല വിദ്യാർത്ഥികളെ കൊല്ലുന്നതിലടക്കം, സുരക്ഷാ സേന വെടിവെച്ച് കൊല്ലുന്നതിലടക്കം അതിൽ ഈ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു തുടങ്ങിയതായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ കൂടാതെ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അസദുസ്മാൻ ഖാൻ കമാൽ, മുൻ IGP ചൌധരി അബ്ദുള്ള അൽ മാമുൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വലിയ പ്രതിഷേധം തന്നെയാണ് ഈ നവംബർ 10 ശേഷം ഈ ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. അവാമി ലീഗ്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ നിരോധിച്ചതാണ് ബംഗ്ലാദേശിൽ. ഇതിന് പിന്നാലെ ഈ വിധി വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രതിഷേധം നടത്താൻ നേരത്തെ ഇന്ത്യയിൽ ഒളിവിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീന ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നവംബർ 10 ശേഷം ബംഗ്ലാദേശിൽ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനസിന്റെ സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് അടക്കം പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെട്ടു, തീയിട്ടു, പൊതു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ വലിയ ലഹള തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും അരങ്ങേറുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ അവാമി ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം, വലിയ അക്രമ സംഭവങ്ങളും അരങ്ങേറി. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ മുഴുവനായിട്ട് തന്നെ കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഈ വധശിക്ഷ കൂടി വിധിച്ച ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സുരക്ഷാ സേനകളെയും സൈന്യത്തെയും ഉപയോഗിച്ച് തന്നെ അതിനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇടക്കാല ഭരണകൂടം ഇപ്പോൾ ഉള്ളത്. എന്തായാലും